അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ പ്രിയപ്പെട്ട ഷാമിലാണ് വന്നിരിക്കുന്നത് എന്ന് ഉമ്മുൽ ഖൈർ തിരിച്ചറിഞ്ഞ നിമിഷം അവരുടെ മുഖം വല്ലാതെ സന്തോഷിച്ചു. എന്നാൽ അർബാബ് ഒരിക്കലും സമ്മതിക്കില്ല അതെ അവനെ ഇങ്ങോട്ട് കയറ്റുവാൻ വേണ്ടിയിട്ട്. കാരണം അയാൾ ദുഷ്ടനാണ്. ഒരിക്കൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മൂപ്പർക്ക് ഇഷ്ടമല്ല. CCTV സ്ക്രീനിലെ ആ രൂപം, കൊട്ടാരത്തിൻ്റെ ആഡംബര മുറിയിലിരുന്നു കൊണ്ട് ഉമ്മുൽ ഖൈർ ആ വലിയ CCTV സ്ക്രീനിലേക്ക് നോക്കുകയായിരുന്നു. അവളുടെ ഹൃദയം പടപട ഇടിച്ചു. ആ വലിയ ഇരുമ്പ് ഗേറ്റിന് പുറത്ത് വെയിലത്ത് ഉരുകി നിൽക്കുന്ന യുവാവ്, ആ നടത്തം, ആ ശൈലി, അത് മറ്റാരുമല്ല, തൻ്റെ സ്വന്തം ഷാമിലാണ്. അജുവ തോട്ടത്തെ പൊന്നുപോലെ നോക്കി നടത്തിയിരുന്ന, താനൊരു മകനെ പോലെ സ്നേഹിച്ച തൻ്റെ വിശ്വസ്തനായ സെർവൻറ്റ്. അതെ, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ അതെ എനിക്കൊരു മകൻ്റെ സ്നേഹം തന്ന് ഞാൻ അവനെ പൊന്നു മോനെ പോലെ സ്നേഹിച്ചു. എന്നെ ഉമ്മ എന്ന് വിളിച്ചു. പക്ഷേ ഉമ്മുൽ ഖൈറിൻ്റെ ജീവിതം ആ സ്വർണ്ണക്കൂട്ടിലെ തടവുകാരിയുടേത് തുല്യമായിരുന്നു. അവളുടെ ഭർത്താവ്, ഈ കൊട്ടാരത്തിൻ്റെ അർബാബ്, ഒരു വലിയ സംശയരോഗിയാണ്. ഉമ്മുൽ ഖൈർ മറ്റാരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് പോലും അയാൾക്ക് സഹിക്കില്ല. എന്നാൽ അയാൾക്കോ കൊട്ടാരത്തിലെ ഗദ്ദാമ്മമാരോടും അതെ വേലക്കാരികളോടും വരുന്ന സ്ത്രീകളോടുമെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം പെരുമാറും. ചോദ്യം ചെയ്യാൻ പോലും ആർക്കും അവകാശമില്ല. ഷാമിലിൻ്റെ നല്ല സ്വഭാവവും ഉമ്മുൽ ഖൈറിന് അവനോടുള്ള താല്പര്യവും മനസ്സിലാക്കിയ അർബാബ് മുൻപ് അവനെ തോട്ടത്തിൽ നിന്നും ക്രൂരമായി ഇറക്കി വിട്ടിരുന്നു. കാരണം ഒരിക്കലും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ. എന്നാൽ ഉമ്മുൽ ഖൈറിൻ്റെ ആളാണ് ഷാമിൽ. ഒരിക്കൽ പോലും ഷാമിൽ ഈത്തപ്പഴത്തോട്ടം കാക്കുന്നത് അർബാബിന് ഇഷ്ടമല്ലായിരുന്നു. ഷാമിൽ എന്തിനാണ് വീണ്ടും ഈ മരണക്കെണിയിലേക്ക് വീണ്ടും വന്നത്? അർബാബ് അവനെ കണ്ടാൽ ജീവനോടെ വിടില്ല. ഉമ്മുൽ ഖൈർ ഭയത്തോടെ ഓർത്തു. ഒരിക്കലും ഇങ്ങനെ വരരുതായിരുന്നു. എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞ് വരണമായിരുന്നു അവൻക്ക്. കാരണം അർബാബ് അയാളുടെ സ്വഭാവം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും അവനെ അകത്ത് കയറ്റി രക്ഷിക്കണം. നേരിട്ട് ഷാമിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അർബാബ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് അറബി മാത്രമേ അറിയൂ. ഉമ്മുൽ ഖൈർ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്തു. അറബിയിൽ ഒരു സന്ദേശം ടൈപ്പ് ചെയ്ത് സെക്യൂരിറ്റിക്ക് അയച്ചു. അബു മുഹമ്മദ് സെക്യൂരിറ്റി, ആ പുറത്തു നിൽക്കുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കൂ. അവർ കൊട്ടാരത്തിലേക്ക് അലക്ക് വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടി ഞാൻ പുതിയതായി ഏർപ്പാടാക്കിയ ആളാണ്. പാവം, അവന് ശരിക്കും അറബി വല്ലാതെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. പിന്നെ അറബി വേറെ ഭാഷകളൊക്കെ അറിയില്ല അവന്. എന്തൊക്കെ തന്നെയാലും അർബാബ് ഇപ്പോൾ മൂഡൗട്ടിലാണ്. ഇതറിഞ്ഞാൽ ദേഷ്യപ്പെടും. അതുകൊണ്ട് അവന് വലിയൊരു തുണിസഞ്ചി നൽകി ആരും കാണാതെ നേരെ അകത്തെ അലക്കുമുറിയിലേക്ക്, ലൗണ്ടറി റൂമിലേക്ക് വിടുക. ആരോടും പറയരുത്. സെക്യൂരിറ്റി മെസ്സേജ് കണ്ട് തലയാട്ടി. അവൻ ഗേറ്റ് തുറന്ന് ഷാമിലിനോട് ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. അതെ, കുറച്ച് അറബിയും ഒക്കെ അറിയുന്ന രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. ഷാമിലിൻ്റെ ഫോണിലേക്ക് വൈഫൈ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇതിൻ്റെ പാസ്വേഡൊക്കെ മൊത്തത്തിലാകെ മാറ്റിയിരിക്കുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അതാ വീണ്ടും സെക്യൂരിറ്റിക്ക് മെസ്സേജ് അയച്ചിട്ട് പാസ്വേഡ് കൈമാറുക എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗ്യത്തിന് അവിടുത്തെ വൈഫൈ പാസ്വേഡ് അതാ ഷാമിലിന് കൊടുക്കുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അതാ നമ്മുടെ ഷാമിലിന് വൈഫൈ കിട്ടി. അപ്പോൾ തന്നെ ഉമ്മുൽ ഖൈർ അവന് മെസ്സേജ് അയച്ചു, ഷാമിൽ അകത്തേക്ക് വരിക. എന്നാൽ ഷാമിൽ ബുദ്ധിപൂർവ്വം ഒരു വാക്ക് പോലും പറയാതെ സെക്യൂരിറ്റി നൽകിയ ആ വലിയ തുണിസഞ്ചിയും ചുമലിലേറ്റി അകത്തേക്ക് തലയും കുനിച്ച് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ഒരിക്കൽ പോലും അറിയാൻ പാടില്ല അർബാബ്. ഷാമിൽ കൊട്ടാരത്തിൻ്റെ വലിയ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. അതെ, അർബാബിൻ്റെ കാൽപ്പെരുമാറ്റം. ഉമ്മുൽ ഖൈർ ജനാലയിലൂടെ അത് കണ്ട് ഞെട്ടിവിറച്ചു. ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥ. അർബാബ് ഷാമിലിൻ്റെ മുന്നിലെത്തി. ആരാണ് നീ? നിന്നെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ശരിക്കും നല്ല രീതിയിൽ ഒരു തട്ടവും എല്ലാം തലയിലൂടെ ഇട്ട് മൊത്തത്തിലങ്ങ് വേഷം മാറിയ രീതിയിലായിരുന്നു. അതായിരുന്നു അവർ നിർദ്ദേശിച്ചത്. അർബാബ് ഗർജിച്ചു. ഷാമിൽ ഭയന്നു പോയെങ്കിലും ഉമ്മുൽ ഖൈറിൻ്റെ ഉപദേശം ഓർത്തു അവൻ വായ തുറന്നില്ല. കാരണം അല്പം ഊമയായി അഭിനയിക്കുവാനും കൂടി എഴുതിയിരുന്നു. കൈകൾ കൊണ്ട് താൻ സംസാരിക്കില്ല എന്ന് ആംഗ്യം കാണിച്ചു. അതായിരുന്നു തൻ്റെ ഉമ്മയുടെ നിർദ്ദേശം. ചുമലിലെ തുണിസഞ്ചി ഉയർത്തി കാണിച്ചു.
ഈ സമയം മുകളിൽ നിന്ന് ഉമ്മുൽ ഖൈർ താഴേക്ക് വന്നു. അത് പുതിയ അലക്കുകാരനാണ്, സംസാരിക്കില്ല, ഞാൻ വസ്ത്രങ്ങൾ മാറ്റാൻ പറഞ്ഞതാണ്. ഉമ്മുൽ ഖൈർ ശാന്തത അഭിനയിച്ച് പറഞ്ഞു. ഷാമിലിൻ്റെ മുഖം വസ്ത്രം കൊണ്ടും തുണിസഞ്ചി കൊണ്ടും ഭാഗികമായി മറഞ്ഞിരുന്നതിനാലും അവൻ സംസാരിക്കാത്തതിനാലും അർബാബിന് ആളെ മനസ്സിലായില്ല. ഉടൻ പണി തീർത്ത് ഇവനെ പുറത്താക്കണം എന്നാക്രോശിച്ച് കൊണ്ട് അർബാബ് തൻ്റെ മുറിയിലേക്ക് പോയി. അപകടം ഒഴിഞ്ഞെന്ന് ഉറപ്പായതോടെ ഉമ്മുൽ ഖൈർ ഷാമിലിനെ രഹസ്യമായി തൻ്റെ വിശ്വസ്തതയിലുള്ള അലക്കുമുറിയിലേക്ക് മാറ്റി. അവിടെ വെച്ച് അവനെ കണ്ടു. മോനെ ഷാമിൽ, എൻ്റെ കുട്ടി എപ്പോഴും വന്നത്? ഉമ്മ അറിഞ്ഞില്ലല്ലോ? അതെ, ഇന്നലെ ഞാൻ കണ്ടതാണ്. പക്ഷേ CCTV ദൃശ്യം വ്യക്തമല്ലാത്തതിനാൽ എൻ്റെ കുട്ടി എന്താ ഈ സമയത്ത് എന്നോടൊരു മുന്നറിയിപ്പും കൂടാതെ വന്നത്? ശരിക്കും ഉമ്മുൽ ഖൈർ ഷാമിലിനെ കണ്ട് കരയുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണമെന്ന് അവർക്ക് തോന്നി. പക്ഷേ എന്തൊക്കെ തന്നെയാലും പ്രായപൂർത്തിയായ ആൺകുട്ടിയല്ലേ, അവനെ ഞാൻ തൊടുന്നത് ശരിയല്ലല്ലോ. ശരിയാണ്, ഞാൻ എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. പക്ഷേ ഷാമിലിനെ കണ്ട ഉടനെ അവൻ്റെ ആ രൂപം കണ്ടപ്പോൾ വല്ലാതെ അവർക്കൊരു അസ്വസ്ഥത തോന്നി. അതെ, അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണം. അതെ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈറിനെ കണ്ടപാടെ ഷാമിലിൻ്റെയും നിയന്ത്രണം തെറ്റി. അറിയാതെ ഷാമിൽ അതാ ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തേക്കെത്തി. ഉമ്മ എന്ന് പറഞ്ഞ് അതാ ഉമ്മുൽ ഖൈറിനെ അറിയാതെ തൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് അവന് കണ്ടത്. ഉമ്മയാണെന്ന് തോന്നി ഒരു നിമിഷം ഉമ്മുൽ ഖൈറിനെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു. എന്നാൽ ഒരു നിമിഷം അതാ അവരും അവനെ ചേർത്ത് പിടിച്ചു. മോനെ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? എന്താ പറ്റിയത്? ഒരു നിമിഷം അവരുടെ ആ ഒരു മനോനില അവർ വീണ്ടെടുത്തു. അല്ലാഹ്, ഉമ്മ അറിയാതെ ക്ഷമിക്കണം മോനെ, സാരല്ല, എൻ്റെ കുട്ടിയുടെ സ്ഥാനത്തല്ലേ നിന്നെ ഞാൻ കണ്ടത്. മോനെ, സത്യം പറഞ്ഞാൽ അത് ഉമ്മുൽ ഖൈറിന് അങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഉള്ളത് തൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു ക്രൂര സ്വഭാവക്കാരനും. പക്ഷേ ഇതുവരെ സ്നേഹത്തോടെ എന്നെ എങ്ങനെ ചേർത്ത് പിടിച്ച ഒരാളും ഉണ്ടായിട്ടില്ല. ശരിക്കും ഉമ്മുൽ ഖൈറിന് എന്തെന്നില്ലാത്തൊരു മതിപ്പ് തോന്നി അവനോട്. ഉമ്മയുടെ തോട്ടത്തിൽ അജുവ ഈത്തപ്പഴങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ എനിക്കറിയുമായിരുന്നു. ഉമ്മ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഉമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ജീവൻ കൊടുത്തും ഞാൻ വരും. ഇവിടുത്തെ രഹസ്യരേഖകളും ഉമ്മയുടെ പാസ്പോർട്ടും എടുത്തു തരാം. ഞാൻ സഹായിക്കാം. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. ഒരു നിമിഷം അതാ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് തോന്നിപ്പോയി, അതെ, ഈ ഒരു ജയിലറക്കുള്ളിൽ നിൽക്കുന്നതിനേക്കാളും ഭേദം അതുതന്നെയാണ്. പക്ഷേ അജുവ ഈത്തപ്പഴത്തോട്ടം അത് കൈക്കലാക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഉമ്മുൽ ഖൈറിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പടച്ചൻ എനിക്കായിട്ട് അയച്ചു തന്ന എൻ്റെ കാവൽ മാലാഖയാണ് ഷാമിൽ. എൻ്റെ പൊന്നുമോനെ, മോൻ പോയതിന് ശേഷം എനിക്കൊരു സമാധാനമില്ലായിരുന്നു. എൻ്റെ കുട്ടിയുടെ മുഖക്കെന്ത് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? എന്തു പറ്റി? അല്ല മോനെ, ബുഷിയുടെ കാര്യമൊക്കെ എന്തായി? എന്നാൽ അതുതന്നെയാണ് ഉമ്മുൽ ഖൈർ ആദ്യമേ ചോദിച്ചതും. എന്നാൽ അത് കേട്ട അവൻ വിതുമ്പി കരയുകയായിരുന്നു. ഉമ്മ, അതെല്ലാം നഷ്ടപ്പെട്ടു ഉമ്മ. ഭയത്തിൻ്റെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ മുഖമാണ് ഷാമിലിന് ഓർമ്മ വന്നത്. ഷാമിലിൻ്റെ ജീവനായ ബുഷി, ഷാമിൽ ജീവന തുല്യം സ്നേഹിച്ച, ഒടുവിൽ സാഹചര്യങ്ങൾ കൊണ്ട് മറ്റൊരാൾ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വന്ന അവൻ്റെ പ്രാണേശ്വരി ഉമ്മുൽ ഖൈർ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവൻ്റെ മുഖത്തെ ക്ഷീണവും കണ്ണുകളിലെ ശൂന്യതയും അവൾക്ക് മനസ്സിലായി. അവൾ മെല്ലെ ചോദിച്ചു, മോനെ ഷാമിൽ എവിടെ? ബുഷിയുടെ വർത്താനം എന്താ? എന്നിട്ട് എന്താ നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നിൽ? ബുഷിയുടെ അവസ്ഥ എന്താ ഇപ്പോഴ്? അവളുടെ കാര്യങ്ങൾ നീ വല്ലതും അറിഞ്ഞോ? ആ ചോദ്യം കേട്ടതും അതുവരെ അടക്കി പിടിച്ച സങ്കടങ്ങളെല്ലാം ഒരു അണക്കെട്ട് പോലെ പൊട്ടിയൊഴുകി. ഷാമിൽ ഉമ്മുൽ ഖൈറിൻ്റെ കാൽക്കലിരുന്നു കൊണ്ട് രണ്ട് കൈകൊണ്ടും മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ഒരു ഉമ്മയുടെ മുന്നിലെന്ന പോലെ അവൻ വിതുമ്പി, ഉമ്മ തീർന്നു. എൻ്റെ പ്രിയപ്പെട്ട ബുഷി എന്നേക്കുമായി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ വാക്കുകൾ കണ്ണീരിൽ കുതിർന്നു പോയി. ഉമ്മുൽ ഖൈർ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ മോനെ ഉണ്ടായത്? അവൾ അവളുടെ ഭർത്താവിനൊപ്പം സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? അല്ല ഉമ്മ, ഷമീർ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു.
അവളിപ്പോൾ ഒരു വലിയ കെണിയിലാണ് പെട്ടിരിക്കുന്നത്. അവളുടെ ഭർത്താവിന് ശാരീരികമായി ഒന്നിനും ശേഷിയില്ല. അവൾക്ക് ഒരിക്കലും മക്കളുണ്ടാകില്ല. പക്ഷേ ക്രൂരത അതല്ല ഉമ്മ. ഭർത്താവിൻ്റെ സ്നേഹനിധിയായ സിനാൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അവൻ്റെ കെയർ ഓഫിലാണ് അവളിപ്പോൾ. ആ ഡോക്ടർ ഒരു ചതിക്കാരനാണ്. ഭർത്താവിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ബുഷിയെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം, അവളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്തയാണ് ആ ഡോക്ടർക്കുള്ളത്. ഷാമിലിൻ്റെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ മിന്നിമറഞ്ഞു. എനിക്ക് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു ഉമ്മ. അവളെ ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ആ വീട്ടുകാരനെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ല. അതെ, സ്വന്തം കൂട്ടുകാരൻ അജ്മൽ വരെ. എൻ്റെ മോനെ അജ്മൽ? അതെ, അറബി ഉമ്മയുടെ കെയർ ഓഫിൽ കഴിയുന്ന അജ്മൽ വരെ. ഞാൻ എന്താ പറയാ, എനിക്ക് അറിയുന്നില്ല. മോനെ അജ്മലും അവൻ്റെ സ്വഭാവം മാറിയോ? എന്ത് ചെയ്യാൻ, സ്വന്തം പെങ്ങളെക്കുറിച്ച് വേണ്ടാതെ പറഞ്ഞു കൊടുത്താൽ ഏത് ആങ്ങളമാരും തെറ്റിദ്ധരിക്കുമല്ലോ. അജ്മലിനെ ഞാൻ കുറ്റം പറയില്ല. അജ്മൽ എന്നെ വിശ്വാസമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ, അജ്മൽ അവനങ്ങനെ അല്ലായിരുന്നു. പക്ഷേ സ്വന്തം കുടുംബത്തെ ചതിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ലല്ലോ. അവരും ഉമ്മയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പിന്നെ അയാളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. അതൊന്നും എനിക്ക് വിഷമമല്ല. എൻ്റെ ബുഷിക്കൊന്നും പറ്റാഞ്ഞാൽ മതി, വേറൊന്നുമില്ല. എന്നെ അവിടുന്ന് ഇറക്കി വിട്ടതാണുമ്മ. ഒരിക്കൽ പോലും ഇങ്ങോട്ട് കയറി പോകരുത്, എൻ്റെ മോളെ കണ്ടുപോകരുത് എന്ന് അവളുടെ ഉമ്മ പോലും എന്നോട് പറഞ്ഞു. ഇനി ഒരിക്കലും ബുഷിയുടെ മുഖം കാണരുതെന്ന്. അവർ ആ ചതിക്കുഴിയിൽ വീഴുന്നത് അതിൽ പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അത് നോക്കി നിൽക്കാൻ കഴിയുന്നില്ലമ്മ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലമ്മ. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. എൻ്റെ ഉപ്പയോട് പോലും പറയാതെയാണ് ഞാൻ ഇറങ്ങിയത്. കാര്യം മറ്റൊന്നുമല്ല. എൻ്റെ ഉപ്പയോട് വരെ അജ്മൽ വിളിച്ചു പറഞ്ഞു, മോനെ നിലക്ക് നിർത്തണം, എൻ്റെ പെങ്ങളുടെ ഭാവി തകർക്കരുതെന്ന്. അജ്മലും എന്നെ തെറ്റിദ്ധരിച്ചു. എൻ്റെ ഉപ്പ പറഞ്ഞു, എന്താടാ നിനക്ക് എന്തിൻ്റെ കേടാ, നിനക്ക് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഉപ്പയും ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പാതിരാത്രി ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. ഷാമിൽ തൻ്റെ ഇടനെഞ്ചിൽ കൈവച്ച് വിതുമ്പി. ആ സങ്കടം സഹിക്കാൻ കഴിയാതെയാണ് ഉമ്മ ആരോടും ഒന്നും പറയാതെ ഞാൻ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളോട് പോലും ഞാൻ പറഞ്ഞില്ല. ഇവിടെ വന്നാൽ അല്പം മനസ്സിന് സമാധാനം കിട്ടുമെന്ന് കരുതി. പക്ഷേ കണ്ണടയുമ്പോൾ ബുഷിയുടെ കരയുന്ന മുഖം മാത്രമാണ് കാണുന്നത്. ഉമ്മ, എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഞാൻ എൻ്റെ ബുഷിക്ക് വേണ്ടി എന്ത് ചെയ്യും? അവൻ്റെ ഓരോ വാക്കും കേട്ട് ഉമ്മുൽ ഖൈറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സ്വന്തം ഭർത്താവിൽ നിന്ന് ക്രൂരതയും അവഗണനയും മാത്രം നേരിടുന്ന അവൾക്ക് മറ്റൊരാളുടെ ചതിയിൽപ്പെടുന്ന സ്ത്രീയുടെ വേദന നന്നായി മനസ്സിലാകും. എങ്കിലും ധർമ്മസങ്കടത്തിൽ ആ നിമിഷത്തിൽ അവളൊരു ഉമ്മയെപ്പോലെ അവനെ നെഞ്ചോട് ചേർത്തു. മോനെ, എൻ്റെ കുട്ടിക്കരയല്ലേ? അവൾ അവൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. മോനെ, സാരമില്ല, വിഷമിക്കരുത്. നീ പറയുന്നത് സത്യമാണെങ്കിൽ അവൾ വലിയൊരു പരീക്ഷണത്തിലാണ്. പക്ഷേ എൻ്റെ മോൻ ഒന്ന് മാത്രം ആലോചിക്കുക. മറ്റൊരാളുടെ ഭാര്യയെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത് ഇസ്ലാമിൽ ഹറാമാണ്, തെറ്റാണ്. എന്നാൽ ഇപ്പോൾ അവൾ മറ്റൊരാളുടെ ജീവിത പങ്കാളിയാണ്. അവൾ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. എൻ്റെ കുട്ടിക്ക് അതിനേക്കാൾ ഹയറായ ഒരു ജീവിതം പടച്ചോൻ തരും. നീ പടച്ചവനിൽ ഭാരമേൽപ്പിക്കൂ. ഉമ്മുൽ ഖൈർ അത് പറഞ്ഞപ്പോൾ ഷാമിലിൻ്റെ നെഞ്ച് വീണ്ടും പിടഞ്ഞു. അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, പക്ഷേ ഉമ്മ, അവൾ ചതിക്കപ്പെടുകയാണ്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. മോൻ കരയല്ലേ? നീ ഇങ്ങനെ കരയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഉമ്മുൽ ഖൈറിൻ്റെ ശബ്ദമിടറി. നീ തനിച്ചല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ചതി ചെയ്യുന്നവർക്ക് കാലം കാത്തുവെച്ച ശിക്ഷയുണ്ടാകും. നീ ഈ തോട്ടത്തിലും കൊട്ടാരത്തിലും തൽക്കാലം സുരക്ഷിതനായിരിക്കും. നമുക്കിതിനൊരു വഴി കണ്ടെത്താം. അവളുടെ ആശ്വാസവാക്കുകൾ കനലെരിയുന്ന അവൻ്റെ മനസ്സിലേക്ക് ഒരു തുള്ളി പനിനീർ പോലെ വീണു. പ്രാണേശ്വരിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി ആ ഉമ്മയുടെ തണലിൽ അവൻ ആ അലക്കുമുറിയിൽ അല്പം ആശ്വാസം കണ്ടെത്തി. നേരം വെളുക്കുമ്പോഴേക്കും ബുഷിയെ ആ ഡോക്ടറുടെ കെണിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യം അതെനിക്ക് ഏറ്റെടുത്തേ മതിയാവൂ. എന്നാൽ ഈ സമയം ആശുപത്രി മുറിയിലെ നേർത്ത വെളിച്ചത്തിൽ മരുന്നുകളുടെ മയക്കത്തിൽ നിന്നും ബുഷി പതുക്കെ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശരീരം തളർന്നിട്ടുണ്ടെങ്കിലും അവളുടെ ബോധം പതുക്കെ ഉണർന്നു വരുന്നുണ്ടായിരുന്നു.
അതെ, എനിക്ക് കാര്യമായിട്ട് ഒന്നുമില്ല. പക്ഷെ എന്തിനാണ് എന്നെ ഇവിടെ കെടുത്തിയിരിക്കുന്നത് എന്നെനിക്കറിയുന്നില്ല. മുറിക്ക് തൊട്ടപ്പുറത്തുള്ള ഡോക്ടറുടെ ക്യാബിനിൽ നിന്നോ വിസിറ്റിംഗ് ഏരിയയിൽ നിന്നോ ആരോ സംസാരിക്കുന്ന ശബ്ദം അവളുടെ കാതുകളിൽ പതിഞ്ഞു. അത് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. സിനാൻ്റെ ശബ്ദമായിരുന്നു. ഒപ്പം അവളുടെ ഉമ്മയുടെ ശബ്ദവും. ഭർത്താവ് കിടപ്പിലായതു മുതൽ ബുഷിയുടെ ഉമ്മക്ക് ഏക ആശ്വാസം ഈ ഡോക്ടറായിരുന്നു. ഭർത്താവില്ലാത്ത നിലാരംഭയായ ആ ഉമ്മ ഒന്നും അറിയാതെ നിഷ്കളങ്കമായി തൻ്റെ സങ്കടങ്ങളെല്ലാം സിനാന് മുന്നിൽ തുറന്നു പറയുന്നുണ്ടായിരുന്നു. എല്ലാം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. സിനാൻ അവരെ വശത്താക്കാൻ വേണ്ടി കൂടുതൽ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ബുഷി പാതി മയക്കത്തിൽ ആ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കാൻ തുടങ്ങി. ഉമ്മ സിനാനോട് പറയുന്നു, ഉമ്മ, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളായാലും ബുഷിയായാലും എനിക്ക് രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഇനിയിപ്പോൾ അൻഷിഫിന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും ബുഷിയെ ഏറ്റെടുക്കാൻ ഞാനുണ്ട്. അവളെ എൻ്റെ കൂടെ കൂട്ടി എൻ്റെ വിവാഹ ജീവിത പങ്കാളിയാക്കും. നിങ്ങൾക്ക് മക്കളെയും തരും. ഇതുവരെ കേട്ടപ്പോൾ ഉമ്മക്ക് വലിയ ആശ്വാസമാണ് തോന്നിയത്. എന്നാൽ അടുത്ത നിമിഷം സിനാൻ്റെ വാക്കുകളിൽ ടോൺ മാറി തുടങ്ങി. അവൻ കൂടുതൽ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ശബ്ദം താഴ്ത്തി പറയുന്നു, പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഉമ്മ. സത്യം പറയാലോ, നിങ്ങൾക്കിപ്പോൾ ഇത്ര പ്രായമായിട്ടും ഭർത്താവ് മരിച്ചതാണെങ്കിലും 2 വലിയ മക്കളുണ്ടായിട്ടും എനിക്ക് നിങ്ങളെ ഉമ്മ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ തോന്നാണ്. സത്യം പറഞ്ഞാലേ നിങ്ങളെ കണ്ടാൽ തീരെ പ്രായം തോന്നില്ല. നിങ്ങളുടെ സൗന്ദര്യം അത് അധികമാണ്. നിങ്ങളുടെ ശരീരഘടനയാണെങ്കിലും ഒരിക്കൽ പോലും ഇത്രയും വലിയ മക്കളുള്ള ഈ പ്രായമുള്ള സ്ത്രീയാണെന്ന് നിങ്ങളെ കണ്ടാൽ തോന്നുകയില്ല. ശരിക്കും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ബുഷിയുടെ ഉമ്മ. എന്നാൽ സിനാൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് അവനത് പറയുന്നു. സിനാൻ്റെ ഈ അനാവശ്യമായ പുകഴ്ത്തലും വാക്കുകളിലെ അശ്ലീലതയും കേട്ട് ഉമ്മക്കൽപ്പം ജാള്യത തോന്നിയെങ്കിലും ഒരു കളിയാക്കുന്ന ഭാവത്തിലാണ് അവരതിന് മറുപടി നൽകിയത്. ഡോക്ടറെ, നിങ്ങൾ എന്നെ വല്ലാതെ കൊഞ്ചിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെൻ്റെ സ്വന്തം മോൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ചാൽ പറയാനുള്ളത്, ഇങ്ങനെ പുകഴ്ത്ത് സുഖിപ്പിച്ച് എന്നെ കൊല്ലണ്ട കേട്ടോ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി. വെറുതെ ഇങ്ങനെയൊക്കെ കേട്ട് മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാലേ വല്ല തെറ്റിലേക്കും പോകും. പിന്നെ നിങ്ങൾ സുന്ദരി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഞാനും ഒരു പെണ്ണാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിച്ചോളി. പിന്നെ അത് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പുറത്ത് ബെഡിൽ കിടക്കുന്ന ബുഷിയുടെ നെഞ്ചിൽ ആ നിമിഷം ഒരു തീപ്പൊരി വീണു. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് ഇരച്ചു കയറി. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നു. റബ്ബേ, എൻ്റെ ഉമ്മയെ വരെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് മയക്കാൻ നോക്കുകയാണോ? സ്വന്തമായി ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടായിട്ടും ഇത്രയും മോശമായ പ്രവൃത്തിയാണോ ഈ ഡോക്ടർ സിനാൻ ചെയ്യുന്നത്? എൻ്റെ ഉമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയോട് എന്തൊക്കെ അനാവശ്യ വാക്കുകളാണ് അവൻ പറയുന്നത്. സുന്ദരിയാണെന്നോ കൂട്ടുകാരിയെ പോലെയാണെന്നോ ഉമ്മ എന്ന് വിളിക്കാൻ പറ്റില്ലെന്നോ? എന്തൊരു കാപട്യക്കാരനാണ് അവൻ, ബുഷി മനസ്സിലോർത്ത് വിതുമ്പി. സിനാൻ ഒരു ഡോക്ടറുടെ കോട്ടിട്ട മൃഗമാണെന്ന് ബുഷിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അവൻ തന്നെ ലക്ഷ്യം വെക്കുക മാത്രമല്ല, തൻ്റെ നിഷ്കളങ്കയായ ഉമ്മയെപ്പോലും വാക്കുകൾ കൊണ്ട് വലയിലേക്കാൻ നോക്കുകയാണ്. തന്നെ ഈ ചതിക്കുഴിയിൽ നിന്നും ഉമ്മയെ ഈ വ്യാജ സ്നേഹത്തിൽ നിന്നും രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഒരിക്കൽ പോലും അവന് പ്രവേശനമില്ലത്രേ. ഈ സമയത്താണ് പ്രവാസ ലോകത്ത് ഉമ്മുൽ ഖൈറിൻ്റെ തണലിൽ ഷാമിൽ അവൾക്കായി പ്രാർത്ഥിക്കുന്നത്. ബുഷിയുടെ മനസ്സിലേക്ക് ഷാമിലിൻ്റെ മുഖം ഓടിയെത്തി. ഷാമിൽ, നീ മാത്രമായിരുന്നു എന്നെ ജീവനായി സ്നേഹിച്ചത്. നിന്നെ ഇവിടെ നിന്നും ഓടിച്ചവർ ഈ വലയിലാണ് വീണിരിക്കുന്നത്. ഈ ചതിയൻ്റെ വലയിലാണ് ഉമ്മ വരെ വീണിട്ടുള്ളത്. ബുഷി കണ്ണുകൾ തുടച്ചു. മയക്കത്തിൻ്റെ തളർച്ചയെല്ലാം ദേഷ്യം കൊണ്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇനി തളർന്നു കിടന്നാൽ പോരാ. ഈ സിനാൻ്റെ യഥാർത്ഥ മുഖം ഉമ്മക്ക് മുന്നിലും ലോകത്തിനു മുമ്പിലും തുറന്നു കാണിക്കണം. തൻ്റെ ഭർത്താവിനെയും ഉമ്മയെയും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അതിനായി അവൾ ആ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു ആ ഹോസ്പിറ്റൽ മുറിയിലപ്പോൾ. എന്നാൽ ഈ സമയം അൻഷിഫിൻ്റെ അടുത്ത്
ഡോക്ടർ സിനാൻ തൻ്റെ ക്രൂരതയുടെ അടുത്ത ഘട്ടം നടപ്പിലാക്കുകയായിരുന്നു. അൻഷിഫിന് വീണ്ടും വീണ്ടും മാരകമായ മയക്കുമരുന്നുകൾ കുത്തിവെച്ച് അവനെ ബെഡിൽ തന്നെ തളച്ചിടാൻ അവൻ ശ്രമിച്ചു. അപകടത്തിൽ അൻഷിഫിൻ്റെ ശരീരത്തിന് വലിയ ആഘാതമേറ്റിരുന്നു. അവൻ്റെ കൈകാലുകൾ പൂർണ്ണമായും തളർന്നു പോയിരുന്നു. എന്നാൽ സിനാൻ വിചാരിച്ചതുപോലെ അവൻ്റെ ഓർമ്മയ്ക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിരുന്നില്ല. അൻഷിഫിന് ചുറ്റും നടക്കുന്നതെല്ലാം വ്യക്തമായി അറിയാമായിരുന്നു. പക്ഷേ മരുന്നിൻ്റെ കാഠിന്യം കാരണം അവയവങ്ങൾ ചലിപ്പിക്കുവാനോ ഉച്ചത്തിൽ സംസാരിക്കുവാനോ അവന് കഴിയുന്നില്ലായിരുന്നു. ആ തടവറയിൽ കിടന്നുകൊണ്ട് അവൻ തൻ്റെ പ്രാണേശ്വരിയായ ബുഷിയെ ഓർത്തു. അതെ, പാവം, ഓളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു, എന്തിനൊക്കെയോ ഒരുപാട് അടിച്ചു, ചൂരൽ കൊണ്ട് സത്യമായിട്ടും ഒരുപാട് തല്ലിച്ചതച്ചു. അന്നെനിക്ക് ഭ്രാന്തായിരുന്നു. അതെ, സിനാൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നുന്നു എന്തൊക്കെയോ. പക്ഷേ ഒന്നും ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. അൻഷിഫിന് കാര്യങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി അറിയുകയാണ്. ഞാൻ ഇനിയും ഈ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഇല്ല, എനിക്ക് മക്കളുണ്ടാകാനുള്ള ശേഷിയൊന്നുമില്ല. എനിക്ക് ആദ്യമേ അതിന് കഴിവില്ല. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സിനാന് ഇത്? ശരിക്കും അൻഷിഫിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വരുന്നു. അൻഷിഫിന് ചുറ്റും നടക്കുന്നതെല്ലാം വ്യക്തമായി അറിയാമായിരുന്നു. അത് അറിഞ്ഞു തുടങ്ങി. സത്യം പറഞ്ഞ സിനാൻ എന്നെ ചതിക്കുകയാണോ എന്നുവരെ അൻഷിഫിന് തോന്നി. ആ തടവറയിൽ കിടന്നുകൊണ്ട് അവൻ തൻ്റെ പ്രാണനായ ബുഷിയെ ഓർത്തുകൊണ്ടിരുന്നു. ബുഷി, ക്ഷമിക്കണം, ഞാൻ അറിയാതെ. തുടർച്ചയായ മയക്കത്തിൽ നിന്ന് പതുക്കെ കണ്ണുകൾ തുറന്ന അൻഷിഫ് അരികിൽ നിൽക്കുന്ന സിനാനെ നോക്കി വളരെ പ്രയാസപ്പെട്ട് വിക്കി ചോദിക്കുന്നു. സിനാൻ, എൻ്റെ 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 ബുഷി എവിടെ? എനിക്ക് ബുഷിയെ ഒന്ന് കാണണം. അവൾക്ക് സുഖമാണോ? സിനാൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അൻഷിഫിൻ്റെ അരികിലേക്ക് വന്ന് ആശ്വസിപ്പിക്കുന്ന ഭാവത്തിൽ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു. പക്ഷേ അവൻ്റെ വാക്കുകൾ വിഷം നിറഞ്ഞതായിരുന്നു. അൻഷിഫ്, നീ നിൻ്റെ കാര്യം നോക്ക്. ബുഷിയോ, അവൾ അബോധാവസ്ഥയിലാണ്. എൻ്റെ പൊന്നാര ഡോക്ടറെ, ഇനി അവളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് എന്ത് കാര്യമാണ്? അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമെങ്കിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കണ്ട. ആ കുട്ടി ഇനി നമ്മുടെ കൂടെ അതേ കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവളെ അങ്ങ് മറക്കുന്നതാണ് നിനക്ക് നല്ലത്. അൻഷിഫിൻ്റെ നെഞ്ചിൽ കുത്തിയ ആ ഒരു ക്രൂരമായ വാക്കുകൾ, തൻ്റെ പ്രാണേശ്വരി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന വ്യാജ വാർത്ത കേട്ടതും അൻഷിഫിൻ്റെ ഉള്ളം തകർന്നു പോയി. അവൻ കണ്ണുകളിൽ നിന്ന് കണ്ണീർ അതാ ബെഡിലേക്ക് ഒലിച്ചിറങ്ങി. എന്നാൽ സിനാൻ അവിടെ നിർത്തിയില്ല. അവൻ അൻഷിഫിൻ്റെ ആണത്തത്തെയും നിസ്സഹായ അവസ്ഥയെയും പരിഹസിച്ചുകൊണ്ട് അടുത്ത അസ്ത്രം എയ്തു. എന്തായാലും ഡോക്ടറെ, ഇനി മക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ശരീരം തളർന്ന് നീ എന്തിനാണ് വെറുതെ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ബുഷിയുടെ കാര്യം നീ വിട്ടേക്ക്. ആ വാക്കുകൾ കേട്ട് അൻഷിഫ് വിതുമ്പി കരഞ്ഞു. അവന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. സിനാൻ തൻ്റെ സുഹൃത്താണ്. അവൻ നല്ല സുഹൃത്താണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഒരു സുഹൃത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ബുഷിയെ തന്നിൽ നിന്നും എന്നേക്കുമായി അകറ്റാനും അവളെ സ്വന്തമാക്കുവാനും സിനാൻ കളിക്കുന്ന കളികളാണോ ഇതെല്ലാം? അൻഷിഫ് സിനാൻ്റെ ചതി മനസ്സിലായി തുടങ്ങി. റബ്ബേ, എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ ചതിയൻ്റെ മുമ്പിൽ എൻ്റെ ബുഷിയെ ഞാൻ എങ്ങനെ രക്ഷിക്കും? അവൻ മനസ്സിൽ അലറിക്കരഞ്ഞു. പക്ഷേ പുറത്തേക്ക് വന്നത് നേർത്തൊരു വിതുമ്പൽ മാത്രമായിരുന്നു. സിനാൻ വിചാരിക്കുന്നത് അൻഷിഫ് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു എന്നാണ്. എന്നാൽ ആ കണ്ണീരിനിടയിലും അൻഷിഫിൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ ഒരു കനൽ എരിയുവാൻ തുടങ്ങിയിരുന്നു. തൻ്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ല എന്നവൻ ഉറപ്പിച്ചു. അതേസമയം തൊട്ടടുത്ത മുറിയിൽ പാതി മയക്കത്തിൽ നിന്നും ഉണർന്ന ബുഷിയും സിനാൻ്റെ ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അല്ലെങ്കിലും അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ അൻഷിഫ് അത് തിരിച്ചറിയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രവാസ ലോകത്തിരുന്ന ഷാമിലും ഉമ്മുൽ ഖൈറും ബുഷിയുടെ രക്ഷയ്ക്കായി പ്രാർത്ഥനയോടെ വഴി തിരയുന്നു. സിനാൻ വിരിച്ച ചതിയുടെ വലക്കണ്ണികൾ ഒന്നൊന്നായി പൊട്ടിച്ചെറിയാൻ അൻഷിഫിനും ബുഷിക്കും ആഗ്രഹമുണ്ട്. തൻ്റെ കൂട്ടുകാരൻ എന്നെ ചതിക്കുകയാണോ? ശരിക്കും സിനാൻ്റെ ചതികൾ അൻഷിഫിന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ബുഷിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൾക്ക് തീരെ പറ്റില്ല, ഇനി അവൾ ഇവിടം വിട്ടു പോകും, ഇനി അവളെക്കുറിച്ച് ആലോചിക്കണ്ട എന്നാണ്. എന്നാൽ അത് കേട്ടപ്പോൾ
അൻഷിഫിന് തോന്നി, ഇല്ല, ഞാനാണ് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ ഭാഗത്ത്, എൻ്റെ ഭാഗമാണ് ലോറിക്കടിയിലേക്ക് പോയത്. ബുഷി, അവൾ സേഫ്റ്റി ആയിരുന്നു എന്നെനിക്കറിയാം. എന്നാൽ ഇവനിങ്ങനെ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്കൊന്നറിയണം. അതെ, എൻ്റെ അടുത്തേക്ക് വേറെ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. ഒരു നിമിഷം അവൻ ഓർത്തു, ആ ഷാമിലെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ അവനോട് സത്യം ചോദിക്കാമായിരുന്നു. അൻഷിഫിന് ഏറെക്കുറെ സിനാനെ മനസ്സിലായി തുടങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി അവളെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവൻക്ക് ഡൗട്ട് തോന്നി തുടങ്ങിയത്. എൻ്റെ പെണ്ണിനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എന്താ അവൻ ഇങ്ങനെ പറയുന്നത് എന്ന് വരെ അതാ അവന് തോന്നി തുടങ്ങി. എന്തൊക്കെ തന്നെയായാലും സിനാൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.